Hey guys, welcome back to another video. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് A major chord ആണ്. A major ഒരു ഓപ്പൺ ഷേപ്പ് chord ആണ്. പിന്നെ ഇത് പ്ലേ ചെയ്യാൻ രണ്ട് വേരിയേഷൻ ഉണ്ട്. ഒന്ന് നമ്മളെ ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗറും തേർഡ് ഫിംഗറും വെച്ച് പ്ലേ ചെയ്യാം. അല്ല സെക്കൻഡ് വേരിയേഷൻ നമ്മളെ സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗറും ഫോർത്ത് ഫിംഗറും വെച്ചിട്ട് പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ രണ്ട് വേരിയേഷനും കാണിച്ചു തരാം. ഇതൊരു സിമ്പിൾ കോഡാണ്. സെക്കൻഡ് ഫ്രെറ്റിലാണ് നമ്മൾ ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യേണ്ടത്. പിന്നെ ഗൈസ്, നിങ്ങൾക്കാണെങ്കിൽ കോഡ് ഡയഗ്രാം റീഡ് ചെയ്യാൻ അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് കോഡ് ഡയഗ്രാം എങ്ങനെ റീഡ് ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കിട്ടും. അതുപോലെ തന്നെ ഞാൻ വേറെ കോഡ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, കോഡ്സൊക്കെ ആദ്യമായിട്ട് പഠിക്കണമെങ്കിൽ ആ വീഡിയോസും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നമുക്ക് A മേജർ കോഡ് എങ്ങനെ പ്ലേ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേരിയേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗറും തേർഡ് ഫിംഗറും വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ കോഡ് ചാർട്ട് നോക്കിയാൽ അതിൽ നമ്മളെ ഫസ്റ്റ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിൽ ഫോർത്ത് സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിംഗർ എടുത്തിട്ട് 1 2 3 4 ഇവിടെ വയ്ക്കും ഫസ്റ്റ് ഫിംഗർ. സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിൽ തന്നെ തേർഡ് സ്ട്രിങ്ങിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമ്മളെ ഫസ്റ്റ് ഫിംഗർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴത്തെ സ്ട്രിങ്ങിലാണ് നമ്മൾ സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് സ്ട്രിങ്ങിലാണ്, സെക്കൻഡ് ഫ്രെറ്റിൽ തന്നെ. അപ്പോൾ നമ്മൾ 1 2 ഇവിടെ നമ്മൾ സെക്കൻഡ് ഫിംഗർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴത്തെ സ്ട്രിങ്ങിലാണ് നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കോഡ് ചാർട്ട് നോക്കിയാൽ അതിൽ 6 സ്ട്രിങ്ങിൽ X എന്നുള്ള ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 6th സ്ട്രിങ് പ്ലേ ചെയ്യാതെ നമ്മൾ 5th സ്ട്രിങ് തൊട്ട് സ്ട്രം ചെയ്യും. ഇങ്ങനെയാണ് ഒരു A മേജർ കോഡ് പ്ലേ ചെയ്യേണ്ടത്. നമ്മളെ 5th സ്ട്രിങ്ങും ഫസ്റ്റ് സ്ട്രിങ്ങും ഓപ്പൺ സ്ട്രിങ്ങാണ്. നിങ്ങൾ ചാർട്ട് നോക്കിയാൽ അതിൽ ഒരു ഫിംഗേഴ്സും നമ്മൾ പ്ലേസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആ സ്ട്രിങ്സിൽ O എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ട് റീപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ സ്ട്രിങ് എന്നാണ് അത് പറയണത്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് വേരിയേഷൻ പ്ലേ ചെയ്യേണ്ടത്. വേറെ ഒന്നല്ല, നമ്മൾ ഫസ്റ്റ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിലെ ഫോർത്ത് സ്ട്രിങ്ങിലാണ്. സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത് നമ്മളെ ഫസ്റ്റ് ഫിംഗർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴത്തെ സ്ട്രിങ്ങിലാണ് സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത് നമ്മളെ സെക്കൻഡ് ഫിംഗർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴത്തെ സ്ട്രിങ്ങിലാണ് നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ 5th സ്ട്രിങ് തൊട്ട് പ്ലേ ചെയ്യും ഇങ്ങനെ. അപ്പോൾ ഇതാണ് A മേജർ പ്ലേ ചെയ്യേണ്ട ഒരു വേരിയേഷൻ. ഇനി നമുക്ക് അടുത്ത വേരിയേഷൻ നോക്കാം. അടുത്ത വേരിയേഷനും ഈ ഫിംഗർ പൊസിഷൻ സെയിം തന്നെയാണ്, പക്ഷെ നമ്മൾ ഈ ഫിംഗേഴ്സിനെ മാറ്റുന്നതേ ഉള്ളൂ. ഈ പ്ലേസ്മെൻ്റ് എല്ലാം സെയിം ആണ്, പക്ഷെ നമ്മൾ ഫിംഗേഴ്സ് മാറ്റും. നമ്മൾ ഈ ഫസ്റ്റ് ഫിംഗറിൻ്റെ പകരമായിട്ട് നമ്മൾ സെക്കൻഡ് ഫിംഗർ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിംഗർ ഇരുന്നെടുത്ത് നമ്മൾ സെക്കൻഡ് ഫിംഗർ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഫിംഗർ ഇരുന്നെടുത്ത് നമ്മൾ തേർഡ് ഫിംഗർ വയ്ക്കും. എന്നിട്ട് നമ്മൾ തേർഡ് ഫിംഗർ ഇരുന്നെടുത്ത് നമ്മൾ ഫോർത്ത് ഫിംഗർ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ 5th സ്ട്രിങ് തൊട്ട് പ്ലേ ചെയ്യും ഇങ്ങനെ. ചിലർക്കൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യണതായിരിക്കും എളുപ്പമായിരിക്കുന്നത്. ചിലർക്ക് നമ്മളെ ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗറും തേർഡ് ഫിംഗറും യൂസ് ചെയ്യുന്ന വേരിയേഷൻ ആയിരിക്കും കംഫർട്ടബിൾ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോഴത്തേന് ഈ രണ്ട് വേരിയേഷനും യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഈ രണ്ട് വേരിയേഷനും പറഞ്ഞു തന്നെ. ഇപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ പ്ലേ ചെയ്ത് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ഏത് ഫിംഗേഴ്സ് വെച്ച് പ്ലേ ചെയ്യണതാണ് കംഫർട്ടബിൾ, അത് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് സെക്കൻഡ് വേരിയേഷൻ. ഇതിൻ്റെ ഫിംഗർ പൊസിഷൻ ഒന്നുകൂടി നോക്കാം. ചാർട്ട് നോക്കിയാൽ നമ്മൾ സെക്കൻഡ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിൽ തന്നെ ഫോർത്ത് സ്ട്രിങ്ങിലാണ് ഇവിടെ. എന്നിട്ട് നമ്മൾ തേർഡ് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിൽ തന്നെ തേർഡ് സ്ട്രിങ്ങിലാണ്. എന്നിട്ട് നമ്മൾ ഫോർത്ത് ഫിംഗർ വെക്കേണ്ടത് സെക്കൻഡ് ഫ്രെറ്റിൽ തന്നെ സെക്കൻഡ് സ്ട്രിങ്ങിലാണ്. ഇതാണ് A മേജർ കോഡ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കാണെങ്കിൽ ഇത് നല്ലപോലെ റിങ് ആവുന്നില്ലെങ്കിൽ, ഇങ്ങനെ സൗണ്ട് നല്ലപോലെ കേൾക്കുന്നില്ലെങ്കിൽ ഈ തം എടുത്തിട്ട് നമ്മൾ ഈ ഫ്രെഡ് ബോണിൻ്റെ ബാക്കിലിവിടെ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്താൽ എല്ലാ സ്ട്രിങ്സും നല്ലപോലെ റിങ് ആവും. അപ്പം സൂക്ഷിച്ചാൽ മതി. നമ്മളെ ഈ ഫിംഗേഴ്സ് വേറെ സ്ട്രിങ്സിലൊന്നും തൊടാന്ന് നോക്കണം. ഈ തം എടുത്ത് നമ്മളെ ഫ്രെഡ് ബോണിൽ ബാക്കിൽ വെച്ചാൽ ഇവിടെ ഒരു U ഷേപ്പ് ഉള്ള ഒരു ഷേപ്പ് ഇവിടെ വരും. അപ്പോഴത്തേനും നമ്മളെ ഫിംഗേഴ്സ് ഒരു സ്ട്രിങ്ങിലും തൊടില്ല. അതാണ് ഈ തം എടുത്തിട്ട് നമ്മൾ ഈ ഫ്രെഡ് ബോണിൻ്റെ ബാക്കിൽ ഇങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് വേരിയേഷൻ A മേജർ. ഇത് നമ്മൾ സെക്കൻഡ് വേരിയേഷൻ A മേജർ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ A മേജർ കോഡ് പ്ലേ ചെയ്യേണ്ടത്.